2 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇന്ന് ഗുരുവായൂരിലേക്ക് ഒരു യാത്ര പോവുകയാണ്. തെക്കൻ കേരളത്തിലുള്ളവർക്കാണെങ്കിൽ ഗുരുവായൂരിലേക്ക് നേരിട്ട് ട്രെയിൻ സർവീസ് ഉണ്ട്. വടക്കൻ കേരളത്തിലുള്ളവർക്കാണെങ്കിൽ നേരിട്ട് ട്രെയിൻ ഇല്ല. ആദ്യം ട്രെയിനിൽ പോവാം, പിന്നെ ബസ്സിൽ മാറിക്കേറി അങ്ങനെയാണ് പോവേണ്ടത്. ഞങ്ങൾ ഇന്ന് അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് വീട്ടിലാണ്. ഇന്ന് ഞങ്ങളുടെ പ്ലാൻ പറയാം. ഇവിടുന്ന് ആദ്യം ബസ് കയറി നേരെ നീലേശ്വരം പോകും. അവിടെ നിന്നാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ ഉള്ളത്. ഞങ്ങളുടെ വീടിന്റെ വാർപ്പിന്റെ മുകളിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പം മഴ വന്ന് ഇന്ന് രാവിലെ മുതൽ തന്നെ നല്ല മഴയായി ഇവിടെ. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നീലേശ്വരത്തേക്ക് രാവിലെ 6:50 ഒരു KSRTC ഉണ്ട്. അതിൽ കയറി ഇനി ഒരു മണിക്കൂർ യാത്രയാണ് നീലേശ്വരത്തേക്ക്. അങ്ങനെ നീലേശ്വരത്തെത്തി. നമ്മൾ വന്ന ബസ്സില്ലേ, ഇത് മംഗലാപുരം പോകുന്ന ബസ്സാണ് കേട്ടോ. ഇനിയിപ്പോൾ നേരെ ഇതുവഴി സ്റ്റേഷനിലേക്ക് പോവാം. ഇവിടെ ഇപ്പോൾ ശക്തമായ മഴയാണ്. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളക്കെട്ടാണല്ലോ. ഇതാണ് നേരെ നീലേശ്വരം ടൗൺ ഭാഗത്തേക്ക് പോകുന്ന ഒരു വഴി. കുറച്ച് ബുദ്ധിമുട്ടാണ് നടന്നു പോകാൻ. ഞങ്ങൾ കാസർഗോഡ് ജില്ലക്കാരാണല്ലോ. ഗുരുവായൂരിലേക്ക് പോകുമ്പോൾ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് കുറ്റിപ്പുറമാണ്. ഞങ്ങൾ ഇന്ന് ട്രെയിൻ കയറി ആദ്യം പോകുന്നത് കുറ്റിപ്പുറത്തേക്കാണ്. ഞങ്ങൾ പോകുന്ന ട്രെയിൻ മംഗളൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന എക്സ്പ്രസ്സിനാണ്. അതിൻ്റെ സ്ലീപ്പർ ക്ലാസ്സിൽ ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ കോട്ടിക്കുളം കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിലൂടെ തന്നെ ഇപ്പോൾ മലബാർ വരാനുണ്ട്. അതുപോലെ തന്നെ കച്ചേഗുഡ മുരുടേശ്വർ എക്സ്പ്രസ്സും വരാനുണ്ട്. ഇന്നൊരു ശനിയാഴ്ചയാണ്. കേരളത്തിൽ നിന്ന് ഉടുപ്പി, മൂകാംബിക, മുരുടേശ്വരം പോകാൻ പറ്റിയ നല്ലൊരു ട്രെയിനാണിത്. കച്ചേഗുഡ മുരുടേശ്വർ എക്സ്പ്രസ്. ശരിക്കും പറഞ്ഞാൽ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലക്കാർക്കാണ് ഈ ട്രെയിൻ കൂടുതലായിട്ടും ഉപകാരപ്പെടുക. ബൈന്ദൂരിൽ ഇതൊരു ഉച്ചയാകുമ്പോൾ എത്തും. ട്രെയിൻ നമ്പർ 161-60 പ്ലാറ്റ്ഫോം നമ്പർ 2 ഇതാ കടന്നു വരികയാണ്. ഈ റെയിൽവേ സ്റ്റേഷനിലെത്തി ഒരു മഞ്ഞവരിയില്ലേ, അതിൻ്റെ ഇപ്പുറം നിൽക്കാൻ പാടില്ല കേട്ടോ. ഈ ഒരു ഭാഗത്തേ നിൽക്കാൻ പാടുള്ളൂ. WP7 ആണ് ലോക്കോമോട്ടീവ്. സ്ലീപ്പറിൽ S5 ആണ് നമ്മുടെ കോച്ച്. 8:20 നീലേശ്വരത്ത് നിന്ന് അങ്ങനെ ഇതാ നമ്മുടെ ട്രെയിൻ എടുത്തു. വീണ്ടും നല്ല മഴക്കാറുണ്ട്. മഴ പെയ്യട്ടെ. ട്രെയിൻ യാത്രയിൽ എന്തായാലും മഴ വേണം, എന്നാലാണ് നല്ല അടിപൊളിയാവുക. കോച്ചിൻ്റെ അകത്തൊന്നും വലിയ തിരക്കേ ഇല്ല. ഞങ്ങളുടെ ബെർത്ത് 72ഉം 71ഉം. ഈ സൈഡ് ലോവറും സൈഡ് അപ്പുറമാണ്. അതായത് ഈ ഡോറിൻ്റെ തൊട്ടടുത്ത് തന്നെ. ട്രെയിൻ ഇപ്പോൾ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ട്രെയിൻ ഇപ്പോൾ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയേ. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. ഈ ട്രെയിനിൽ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് കറണ്ട് ബുക്കിംഗ് വഴിയാണ്. ഒരാൾക്ക് കുറ്റിപ്പുറത്തേക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ വന്ന ടിക്കറ്റ് ചാർജ് 150 രൂപയാണ്. ട്രെയിൻ ഇത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഈ പയ്യന്നൂരിൽ നിന്നൊക്കെ ഇതിൻ്റെ അൺറിസർവ്ഡൊക്കെ കയറാൻ നല്ല തിരക്കാണ്. പ്രത്യേകിച്ച് കണ്ണൂർ, കോഴിക്കോട് ഭാഗത്തേക്ക്. ഇതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഏറനാട് എക്സ്പ്രസ് ഉണ്ട്. അതിലും ഇതേ തിരക്ക് തന്നെ എന്തായാലും ഉണ്ടാവും. തിരുവനന്തപുരം സെൻട്രൽ, മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ്. ഈ വണ്ടി തന്നെയാണ് മംഗളൂരു സെൻട്രൽ എത്തിയിട്ട് അവിടുന്ന് മുംബൈ ലോക്മാന്യ തിലകിലേക്കുള്ള മത്സ്യഗന്ധ എക്സ്പ്രസ് ആയിട്ട് പോകുന്നത്. റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ്. പയ്യന്നൂരിൽ നിന്നും ഏഴിമല ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള കാഴ്ചയാണ്. നല്ല പച്ചപ്പാണ്. പ്രത്യേകിച്ച് ഒരു മഴയൊക്കെ പെയ്ത് പോയതിന് ശേഷം വരണം, അടിപൊളിയാണ്. ട്രെയിൻ ഇപ്പോൾ പഴയങ്ങാടി സ്റ്റേഷനിലെത്തി. മാടായിക്കാവിലേക്ക് പോകണമെങ്കിൽ ഈ സ്റ്റേഷനിലാണ് ട്രെയിനിൽ വന്നിറങ്ങേണ്ടത്. ഇവിടുന്ന് വളരെ അടുത്താണ്. അതുപോലെ ചൂട്ടാട് ബീച്ചിലേക്ക് പോകണമെങ്കിലും ഇവിടെയാണ് ഇറങ്ങേണ്ടത്. ഇവിടെ ട്രെയിൻ 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത്. കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ 1 മിനിറ്റ് ഉണ്ടായിരുന്നു സ്റ്റോപ്പ്.
ട്രെയിനിപ്പോൾ കണ്ണൂരിലേക്ക് എത്തുകയാണ്. സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ തന്നെയുള്ള വലിയൊരു വളവ്. ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ. വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഞങ്ങൾ ഭക്ഷണം പാഴ്സൽ ചെയ്തെടുത്തേ നൂൽപുട്ട്, അതായത് ഇടിയപ്പവും നേന്ത്രപ്പഴമാണ് കേട്ടോ ഞങ്ങൾ എടുത്തത്. ഉച്ച കഴിക്കാനുള്ള ഭക്ഷണവും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. തലശ്ശേരി എത്തുന്നതിന് മുന്നേ തന്നെയുള്ള നല്ലൊരു കാഴ്ചയാണ്. ആ മുൻഭാഗത്ത് ഒരുപാട് തുരുത്തുകളൊക്കെ കാണാം. സ്റ്റേഷനിലെത്തി. തലശ്ശേരിയിൽ 2 മിനിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ട്രെയിൻ സ്റ്റോപ്പ്. 9:41 ട്രെയിൻ എടുത്തു. ഈ തലശ്ശേരി സ്റ്റേഷനൊക്കെ അടിപൊളിയായിട്ടോ. മാഹി പുഴയാണിത്. അങ്ങനെ ട്രെയിൻ കേന്ദ്രഭരണ പ്രദേശമായ മാഹിയിലേക്ക് എത്തുകയാണ്. മാഹി അഥവാ മയ്യഴി. ട്രെയിനിപ്പോൾ വടകരയിലെത്തി. ഇവിടെ 2 മിനിറ്റ് ആയിരുന്നു ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. ട്രെയിൻ എടുത്തു. ഇവിടെ ഇനിയിപ്പോൾ കോയമ്പത്തൂർ ജംഗ്ഷൻ, മംഗളൂരു സെൻട്രൽ, ഇൻ്റർസിറ്റി വരാനുണ്ട്. 10:22 ട്രെയിൻ ഇപ്പോൾ കൊയിലാണ്ടിയിലെത്തി. ഇനി അടുത്തതാണ് കോഴിക്കോട്. ഈ ട്രെയിനിൽ കയറിയതിന് ശേഷം ഇതുവരെയായിട്ടും മഴയൊന്നും പെയ്തിട്ടേ ഇല്ല. നീലേശ്വരത്ത് കയറുന്ന സമയത്ത് നല്ല മഴക്കാറുണ്ടായിരുന്നു, പെയ്തില്ല. 10:46 ട്രെയിൻ ഇപ്പോൾ കോഴിക്കോട് എത്തിയേ. നവീൻ ബെർത്തിൻ്റെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. കാരണം ഈ യാത്രകളിൽ നമ്മുടെ ബാഗ് മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. അതിൻ്റെ കാര്യം കുറ്റിപ്പുറത്ത് എത്തിയതിന് ശേഷം പറയാം. അങ്ങനെ കോഴിക്കോട് നിന്ന് ഇതാ ട്രെയിൻ എടുത്തു. CLT എന്നാണ് സ്റ്റേഷൻ്റെ കോഡ്. വലിയൊരു വളവാണ്. ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഭാഗത്ത് തന്നെ ഒരുപാട് ഡോർമെട്രികളൊക്കെ ഉണ്ട്. സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണ് റോഡ്. കല്ലായിപ്പുഴ. ഫറോക്ക് പുഴ, അതായത് ഇത് ചാലിയാറാണ്. റോട്ടിൽ വണ്ടിയേ ഇല്ല. വീണ്ടും നല്ല മഴക്കാർ പിടിച്ചു. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ശക്തമായ മഴ പെയ്യും. പതിനൊന്ന് ഫറോക്ക്. ഇവിടെ നിന്ന് മൺറിസോളിലൊക്കെ കയറാൻ ആൾക്കാരുണ്ട് കേട്ടോ. മംഗളൂരു സെൻട്രൽ ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ ഒരു വളവിലാണുള്ളത്. എങ്ങ് നോക്കിയാലത് മനസ്സിലാവും. ലോക്ക വരെ നല്ല വ്യക്തമായി കാണാം. 11:20 ട്രെയിൻ ഇപ്പോൾ കടലുണ്ടി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളിനിയിപ്പോൾ ഇതാ കടലുണ്ടി പുഴ കടക്കുകയാണ്.
ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഈ ഭാഗത്ത് നിന്ന് ഒരു ബോട്ടൊക്കെ എടുത്ത് ഒരു യാത്രയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇതേ കാണുന്നില്ലേ, അതുപോലെ തന്നെയാണ്. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസാണ്. ഇതിപ്പോൾ ഒരു ദ്വീപ് പോലെയുള്ളൊരു ഭാഗമാണ്. ഇനി ഒന്നും കൂടെ ഉണ്ട് നദി വരാൻ. അതിവിടെയാണ്. പതിനൊന്ന് 31 ട്രെയിൻ ഇപ്പോൾ പരപ്പനങ്ങാടി എത്തി. ഇവിടുന്ന് വണ്ടി എടുത്തു. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇറങ്ങാനുണ്ടായിരുന്നു. ഇത് 2ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ട്രെയിൻ ഇപ്പോൾ തിരൂരിലേക്ക് ഇതാ എത്തുകയാണ്. തിരുവനന്തപുരം മംഗളൂരു ഏറനാട് എക്സ്പ്രസ്. മുഴുവൻ പരസ്യം തന്നെയാണ്. ദേശാഭിമാനിന്റെ പരസ്യമുണ്ട് കൂടുതൽ. നീലേശ്വരത്ത് നിന്നും 199 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇത് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 12:02 ഇപ്പോൾ. ഈ റെയിൽവേ സ്റ്റേഷൻ ഒരു വലിയൊരു വളവിലാണ്. നമുക്കിനി ഇവിടെ ഇറങ്ങാം. ട്രെയിനിൽ വീടിന്റെ ഭാഗത്തേക്ക് നവി അധികം വന്നിട്ടില്ല. ബെർത്തിൽ ഒരേ ഇരുത്തായിരുന്നു. അതിന്റെ കാര്യം പറ. 4 മാസം മുന്നേ കേരളത്തിലും ബംഗാളിലും ആസാമിലൊക്കെ ഇലക്ഷൻ വരുന്നതിന് മുന്നേ നമ്മൾ പെരുമ്പാവൂർ പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായി. അതായത് അവിടുത്തെ കുറച്ച് കാഴ്ചകളെ കാണിച്ച് ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികൾ വരുന്ന ഒരു ഭാഗമാണല്ലോ. ഞങ്ങൾ ആ ഷൂട്ട് ചെയ്ത ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ലഹരിയൊക്കെ വെക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് ഞായറാഴ്ചയാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾക്ക് ഇതുവരെ കേരളത്തിൽ നിന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഇതുവരെ വന്നില്ല. എന്തിനാണ് നിങ്ങൾ വീഡിയോ എടുക്കുന്നത്, ഇതൊരു ഒരു ചോദ്യം ആരും ചോദിച്ചിട്ടുണ്ടായില്ല. അങ്ങനത്തെ ഒരു ചോദ്യം വന്ന ഒരേ ഒരു സ്ഥലമാണ് പെരുമ്പാവൂർ. പക്ഷേ ഈ പെരുമ്പാവൂരിൽ ഞങ്ങളോട് അങ്ങനെ ചോദിച്ചത് മലയാളികളൊന്നും അല്ല, അവിടെ ഉള്ള അന്യസംസ്ഥാന തൊഴിലാളികളായിരുന്നു. അതിൽ മെയിൻ പറയാനുള്ളത് പലർക്കും അവിടെ അന്ന് ആ ഒരു സമയത്ത് ബോധം ഉണ്ടായിരുന്നില്ല അല്ലേ നവി? സത്യം. ഞങ്ങൾ ആ വീഡിയോ തന്നെ പറയണ്ടായി. ഇത് വീഡിയോ കണ്ടതിന് ശേഷം ഏതെങ്കിലും ഭരണാധികാരികൾ, അതായത് ഇത് നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ നമ്മുടെ കേരള പോലീസ് ഒന്ന് ഇടപെടണം എന്നൊക്കെ ഞങ്ങൾ ആ വീഡിയോയിൽ പറയണ്ടായി. കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് പെരുമ്പാവൂർ തന്നെ ഒരുപാട് ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരെയാണ് നമ്മുടെ കേരള പോലീസ് പിടിച്ചത്, ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് നല്ല രീതിയിൽ സന്തോഷം വരികയാണ്. കാരണം ഞങ്ങൾ ആ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇതൊക്കെ കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ക്യാമറേന്റെ മുന്നിലേക്ക് വരാത്തതിന് മെയിൻ റീസൺ എന്ന് വെച്ചാൽ ബാഗ് ഞങ്ങൾ രണ്ടുപേരും അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ പലപ്പോഴും ഓരോ സ്റ്റേഷൻ എത്തുമ്പോൾ മുമ്പൊക്കെ വീഡിയോയിൽ ചെയ്യാറ്. പക്ഷെ ഇപ്പം അങ്ങനെ വരാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ ഒരാളെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. മനു ആരെങ്കിലും എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ബാഗ് കൊണ്ട് വെച്ചെങ്കിലും അല്ല. അതായത് ഈ ലഹരി മരുന്ന് തന്നെ എൻ്റെ ബാഗിൽ ആരെങ്കിലും വെച്ചിട്ട് പോലീസ് വരുന്ന സമയത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഈ വെച്ചിട്ട് പോയാൽ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അതിൽ ആരെ ബാഗിലാണോ ഇത് ഉണ്ടാവുക അവനായിരിക്കും ശരിക്കും പറഞ്ഞാൽ പ്രതി. അതായത് നിങ്ങൾ ദൂരെ യാത്ര പോകുമ്പോൾ 3, 4, 5 ബാഗൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നല്ല കെയറിങ് കൊടുക്കുക. ഒരാളെങ്കിൽ ആ ബാഗിൻ്റെ അടുത്ത് എന്തായാലും ഉണ്ടാവേണ്ടതാണ്. കാരണം അതിലെന്തെങ്കിലും കൊണ്ട് വന്ന് വെച്ച് കഴിഞ്ഞ് പിടിക്കപ്പെട്ടാൽ ശരിക്കും പിന്നെ നമ്മുടെ ജീവൻ തന്നെ പോയി. സത്യം. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഞങ്ങൾ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒരു മാറ്റം മനസ്സിലാവുന്നുണ്ട്. കാരണം വെച്ചാലേ കഴിഞ്ഞ നമ്മൾ വേളാങ്കണ്ണി യാത്ര പോയ സമയത്ത് കേരളം വഴിയൊക്കെ യാത്ര ചെയ്തല്ലോ, കൊല്ലം തിരുവനന്തപുരത്ത് എത്തിയ സമയത്ത് നമ്മുടെ കേരള പോലീസ് നല്ല രീതിയിലാണ് ചെക്ക് ചെയ്യുന്നത്. എന്റെ ബാഗ് തന്നെ ചെക്ക് ചെയ്യുണ്ടായി. അപ്പോൾ നല്ലൊരു മാറ്റം തന്നെയാണ്. അപ്പോൾ നിങ്ങളും യാത്ര ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. അപ്പോൾ ഇതാണ് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു കാഴ്ച. ഇവിടെ ആകെ 2 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഇവിടെ ഇപ്പം ഇനിയിപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഏറനാട് എക്സ്പ്രസ് വരും. ഈ കാണുന്നതില്ലേ, ഇത് തന്നെയാണ് നാഷണൽ ഹൈവേ. അതിൻ്റെ പണികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങാം. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി ഇതാണ് സ്റ്റേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ടൊരു സ്റ്റേഷൻ കൂടിയാണിത്. ഈ ഭാഗത്താണ് പാർക്കിംഗ് ഒക്കെ വരുന്നത്. ഇവിടെ ഓട്ടോ സ്റ്റാൻഡാണ്. അത്യാവശ്യം കുറച്ച് ഓട്ടോകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത്.
ഈ സ്റ്റേഷൻ്റെ ഇതിലൂടെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വഴിയുണ്ട്. ഇത് നേരെ പോകുന്നത് ബസ് സ്റ്റാൻഡിലേക്കാണ്, അതായത് കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡ്. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ ഗുരുവായൂരിലേക്ക് ബസ്സിനാണ് പോകുന്നത്. 44 കിലോമീറ്ററാണ് നമുക്ക് ഇവിടുന്ന് ദൂരം വരുന്നത്. ഇപ്പം സമയം 12:30 ആകുന്നതേ ഉള്ളൂ. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് പോവാം. ഈ വീഡിയോയുടെ തുടക്കവും ഇപ്പോൾ നോക്കിയാൽ ഇപ്പം ചുട്ടു പൊള്ളുന്ന വെയിലാണ്. അതിൽ വേഗം പോയേക്കാം. ഞങ്ങൾ വന്ന ട്രെയിനിൽ ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ഇറങ്ങിപ്പോയി. ഞങ്ങൾ പിന്നെ വീഡിയോ ഒക്കെ എടുക്കേണ്ടത് കൊണ്ട് കുറച്ച് നേരം അവിടെ ചിലവഴിച്ചു. ഞങ്ങൾ ഓൾ കേരള യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നേ. ആ സമയത്ത് കുറ്റിപ്പുറത്ത് വന്നിട്ടാണ് ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തത്. അതായത് ഇവിടെ അടുത്തായിരുന്നു ഞങ്ങൾ റൂം എടുത്തത്. റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് പാർക്ക് ചെയ്തു, പേ പാർക്കിങ്ങിൽ. ഇത് ഗുരുവായൂർ ബസ്സാണ്. ഒരുപാട് ബസ്സുണ്ട് ഇവിടെ, നമുക്ക് നോക്കാം. ഇത് കോഴിക്കോട് ഗുരുവായൂർ. കോഴിക്കോട് നിന്ന് വരുന്ന ബസ്സാണ് ഇത്. ഗുരുവായൂരിലേക്കുള്ള വണ്ടിയാണ്. പക്ഷെ അതിൽ ഞങ്ങൾ കയറുന്നില്ല, അതിൽ സീറ്റില്ല. അടുത്ത വണ്ടിക്ക് പോവാ. ലൈറ്റൊക്കെ ഇട്ട് കാണിക്കുന്നിട്ട് പൊളി. അത് പോയി. അടുത്ത വണ്ടിയിൽ പോവാം. തിരുനാവായ എല്ലാ ഭാഗത്തേക്കുണ്ട്. ഇത് അവിടെ അടുത്തൊരു വണ്ടി വന്നിട്ടുണ്ട്. അത് മിക്കവാറും ഗുരുവായൂരാകാം, നോക്കട്ടെ. വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. തൃശ്ശൂരാണ്. ഈ തൃശ്ശൂര് വണ്ടി പോവില്ലല്ലോ. അല്ല, അങ്ങനെ പോണ്ട. നേരിട്ട് വണ്ടി ഉണ്ടാകുമ്പോ തന്നെ പോയാ പോരെ. തൃശ്ശൂർ വണ്ടിയാണെങ്കിൽ ഉണ്ട്. ഇവിടുന്ന് ഒരു ബസ് വരുന്നുണ്ട് ഗുരുവായൂർ. കേറിക്കോ. 12:40. അങ്ങനെ കുറ്റിപ്പുറത്തുനിന്ന് ബസ് എടുത്തു കേട്ടോ. ഒരാൾക്ക് മാത്രമേ സീറ്റ് കിട്ടിയുള്ളൂ. അത്രയും തിരക്കുണ്ട്. എല്ലാ ബസ്സിലും തിരക്ക് തന്നെയാണ്. ഞാൻ വിചാരിച്ചു ഇതിന്റെ പുറകെ വരുന്ന ബസ്സിൽ സീറ്റ് കിട്ടുമെന്ന്. ഇവിടെ ഭാരതപ്പുഴയാണ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്യുന്നത്. ഇത് കുറച്ച് ലോങ്ങൊന്നും ഓടി വരുന്ന വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു കോഴിക്കോട് നിന്ന് വരുന്ന ബസ്സാകാം. 1:30 കുന്നംകുളത്തെത്തി. സീറ്റ് കിട്ടി. കുന്നംകുളത്തെത്തിയപ്പോഴാണ് സീറ്റും കിട്ടിയത്. മമ്മിയൂർ മഹാദേവ ക്ഷേത്രം. അങ്ങനെ യാത്ര ചെയ്ത് ഗുരുവായൂരിലെത്തി. 1:45 ഇപ്പോൾ. ഇത് കോഴിക്കോട് നിന്ന് ഗുരുവായൂരിലേക്ക് വരുന്ന ബസ്സായിരുന്നു. ഒരാൾക്ക് 50 രൂപയാണ് ആയത്. ഈ ഭാഗത്ത് തന്നെ ഒരുപാട് ബസ്സുകളൊക്കെ നിർത്തിയതൊക്കെ കാണാം. ഇനി ഗുരുവായൂർ ബോർഡൊക്കെ തന്നെയാണുള്ളത്. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ വളരെ അടുത്താണ് കേട്ടോ. നല്ലൊരു വണ്ടിയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ എത്തി. ഇനി ആദ്യത്തെ പരിപാടി ഇവിടെ റൂം എടുക്കണം. എറണാകുളം ഗുരുവായൂർ. ഇടപ്പള്ളി വൈറ്റില കൃഷ്ണ. ബസ് ഇറങ്ങി എല്ലാവരും നടന്നു പോകുന്നതാ ഇങ്ങോട്ട് തന്നെയാണ്. ബസ് നിർത്തിയ ഭാഗം അവിടെയാണ്. അവിടുന്ന് വളരെ അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞില്ലേ, റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഒരു വഴി. ഇവിടെയാണ് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ. ഇത് ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ഈ ഒരു റോഡിൻ്റെയും ഇതിൻ്റെയൊക്കെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നത്. ഇപ്പം അതൊക്കെ റെഡിയാക്കി നല്ല മനോഹരമായ റെയിൽവേ സ്റ്റേഷനായി. നവി, വെയിലിനെ പറ്റി എന്താണ് പറയാനുള്ളത്? 2 വാക്ക്. ഞങ്ങൾ രാവിലെ നനഞ്ഞിട്ടാ വന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തായാലും നമ്മുടെ നീലേശ്വരി ഇറങ്ങി റെയിൽവേയിലേക്ക് പോകുന്ന വഴിയുണ്ടല്ലോ. മനു പറഞ്ഞത് ഇന്നത്തെ യാത്ര മൊത്തം മഴയിൽ മുങ്ങിയിരുന്നു. അതെ, അത് മാറിയില്ലേ? അടിപൊളി മാറി. നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് പോയിട്ട് തന്നെയാണ് റൂം എടുക്കുന്നത്. ഒരുപാട് പേര് ട്രെയിനിൽ പട്ടാമ്പി ഇറങ്ങിയിട്ട് പട്ടാമ്പിന്ന് ഗുരുവായൂരിലേക്ക് ബസ്സിന് വരുന്നവരുണ്ട്. അതും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പട്ടാമ്പിന്ന് ഗുരുവായൂരിലേക്ക് ഏകദേശം ഒരു 33-35 കിലോമീറ്ററിന്റെ അടുത്ത് ദൂരമുണ്ട്. നമ്മൾ പിന്നെ പട്ടാമ്പിയിലേക്ക് പോയില്ല, കാരണം ആദ്യം തന്നെ എത്തുന്ന സ്റ്റേഷൻ കുറ്റിപ്പുറമാണല്ലോ.
പിന്നെ അവിടെ തന്നെ ഇറങ്ങുന്നത് തന്നെ ഏറ്റവും നല്ലത്. ബസ്സും ഉണ്ട്, അവൈലബിൾ ആണ് ഇങ്ങോട്ട്. നമ്മളിപ്പോൾ കിഴക്കേ നടയുടെ മുൻഭാഗത്താണ് ഉള്ളത്. ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഈ ഭാഗത്തെ ഒരു ലോഡ്ജിലായിരുന്നു താമസിച്ചത്. പിന്നെ ഇവിടെ തന്നെ കുടുംബശ്രീൻ്റെ വകയിലായിട്ടൊരു അവർ നടത്തുന്ന ഒരു പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടെന്ന് കേട്ടു. പക്ഷെ ഇന്ന് ശനിയാഴ്ചയാണ്, ഇന്ന് നല്ല തിരക്കാണ് ഇവിടെ. അതുകൊണ്ട് കിട്ടുമെന്ന് അറിയത്തില്ല. ഇവിടെ എവിടെയെങ്കിലും ആദ്യം നമുക്ക് പോയി ചോദിച്ച് നോക്കാം. ഞങ്ങൾക്ക് ബഡ്ജറ്റായിട്ടാണ് നോക്കുന്നത്, എന്തായാലും നോക്കാം. ഞങ്ങളിവിടെ ഒരു റൂം എടുത്ത്, അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ്. ഒരു ഫാനാണുള്ളത്. ഇതൊരു നോൺ എ സി റൂമാണ്. 24 മണിക്കൂർ നേരത്തേക്ക് ഈ മുറിക്ക് ഞങ്ങൾക്ക് വന്ന വാടക 800 രൂപയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മുറി തന്നെയാണിത്. ഈ ഗുരുവായൂരില് സിംഗിൾ ആയിട്ട് വരുന്നവർക്ക് റൂം കിട്ടില്ല. നവി ഈ ഒരു റിസപ്ഷനിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആ ചേട്ടൻ പറഞ്ഞത് അങ്ങനെ സിംഗിൾ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ സൂയിസൈഡ് കാരണമാണ് അവർ റൂം കൊടുക്കാത്തത്. കേരള പോലീസിന്റെ ആ ഒരു നിയമം ഉണ്ടെന്ന് തോന്നുന്നു ഒരു ഭാഗത്ത്. പിന്നെ നമുക്ക് സിംഗിൾ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഡോർമെറ്ററി ഒക്കെ ഓക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഈ ഈസ്റ്റ് നടേന്റെ ഭാഗത്ത് തന്നെ റൂം എടുക്കാൻ കാരണം പോയി വരാൻ എളുപ്പമല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പോലെ പൈസ കുറച്ച് കുറക്കുവാണെങ്കിൽ നമുക്ക് ഡോർമെറ്ററി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഗവൺമെന്റിലായിട്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയതേ ഇല്ല. പിന്നെ ട്രെയിൻ മാർഗം ഗുരുവായൂരിലേക്ക് വരേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം വടക്കൻ കേരളത്തിന്റെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ആ ഒരു ഭാഗത്ത് നിന്നൊക്കെ ആണെങ്കിൽ കുറ്റിപ്പുറം തന്നെ ഏറ്റവും ബെറ്റർ. ഞാൻ ഉദ്ദേശിക്കുന്നത് നേരെ ഷൊർണൂർ പോയിട്ട് അവിടുന്ന് വീണ്ടും തൃശ്ശൂർ പോയിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല, സമയം വെറുതെ നഷ്ടം വരുത്താന്നുള്ളത് വേറെ കാര്യമില്ല. അതെ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ വടക്കൻ കേരളത്തിന്റെ ഭാഗത്ത് ഡയറക്റ്റ് ആയിട്ട് ഗുരുവായൂർക്ക് ഒരു ട്രെയിനും ഇല്ല. കാരണം വെച്ചാല് അതിനി മിക്കവാറും തൃശ്ശൂർ പോയിട്ട് അവിടുന്ന് ലോക്കോ റിവേഴ്സ് ഒക്കെ ചെയ്യേണ്ട ഒരു ഇത് വരുമല്ലോ. അങ്ങനെ തൃശ്ശൂരിൽ ഇപ്പൊ ലോക്കോ റിവേഴ്സ് ചെയ്തിട്ട് ഒരു വണ്ടി ഇപ്പൊ പോകുന്നില്ല. ഇനി ഫ്യൂച്ചറിൽ ആവുമെന്ന് അറിയില്ല. പിന്നെ ഇപ്പൊ ഗുരുവായൂർ തിരുനാവായ ലൈനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപകാരപ്പെടും. പിന്നെ തെക്കൻ കേരളത്തിലുള്ളവർക്കാണ് ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. ട്രിവാൻഡ്രം ഗുരുവായൂർ ഇന്റർസിറ്റി ഉണ്ട്, മധുരൈ ഗുരുവായൂർ വണ്ടിയുണ്ട്, ചെന്നൈ താമ്പരം ഗുരുവായൂർ വണ്ടിയുണ്ട്, പിന്നെ തൃശ്ശൂർ ഗുരുവായൂർ വണ്ടി. അങ്ങനെ എളുപ്പത്തിൽ എത്താലോ. നമ്മൾ നടന്നു വന്ന വഴി ഇതാണ്. കിഴക്കേ നട അവിടെയാണ്. നമ്മളെടുത്ത ഒരു റൂമിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെയാണ് ഞങ്ങൾ റൂം എടുത്തത്. ഇനി നേരെ ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് നടക്കാം. ക്ഷേത്രത്തിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് വീഡിയോഗ്രാഫി ഇവിടെ വരെയാണ് എടുക്കാൻ പറ്റുക. ക്ഷേത്ര നടയുടെ ആ ഭാഗത്തൊന്നും വീഡിയോഗ്രാഫി അലൗഡല്ല. കോടതിയുടെ പുതിയ നിയമമൊക്കെ ഉണ്ട്. ഇവിടെ വീഡിയോഗ്രാഫി എടുക്കാൻ പാടില്ല. ഞങ്ങൾ അന്ന് വൈകുന്നേരമാണ് വന്നത്, ഇന്ന് ഉച്ച സമയത്തും. ഓം നമോ നാരായണായ. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു നടയാണിത്, കിഴക്കേ നട. ഞങ്ങൾ ഇവിടെ വരെയാണ് വീഡിയോ എടുക്കുന്നത്. ദൂരത്ത് നിന്നുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഒരു കാഴ്ചയാണിത്. അങ്ങ് അവിടെയാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ. ഗുരുവായൂർ ക്ഷേത്ര പരിസരമൊക്കെ നല്ല വൃത്തിയാണ്. ഈ റോഡിൻ്റെ ഈ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ചെടികളൊക്കെ ഇതാ വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ്. നമ്മൾ ഏതൊരു ആരാധനാലയങ്ങളിൽ പോയാലും അവിടുത്തെ നിയമങ്ങൾ പാലിക്കണമല്ലോ. ഇന്നത്തെ ഒരു വീഡിയോയിൽ വടക്കൻ മലബാർ എന്ന ട്രെയിൻ കയറി ഗുരുവായൂരേക്ക് എങ്ങനെ വരാമെന്നത് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ചെറിയൊരു വീഡിയോ മാത്രമാണ്. ഞങ്ങളുടെ അടുത്ത പരിപാടി ഇനി വൈകുന്നേരം കുളിച്ച് ഫ്രഷായി നേരെ ക്ഷേത്രഭാഗത്തേക്ക് പോകും. ഇന്നിനിപ്പോൾ അധികം നേരം കിടന്നുറങ്ങാനൊന്നും ഞങ്ങൾക്ക് സമയമില്ല. നാളെ വെളുപ്പിന് ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഇന്റർസിറ്റി എക്സ്പ്രസിൻ്റെ അണ്ടർസോഡിൽ കയറിയിട്ടാണ് ഞങ്ങൾ യാത്ര പോകുന്നത്. തിരുവനന്തപുരം വരെയുള്ള കാഴ്ചകളാണ് അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ ഇന്റർസിറ്റി എക്സ്പ്രസിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ബൈ.